എടാ നിങ്ങൾ കണ്ടോ എൻ്റെ ഹെയർ ഇങ്ങനെ ഇരുന്ന എൻ്റെ ഹെയറാണ് ആകെ സ്പ്ലിറ്റൻസും തൊഴിച്ചിലും ഒക്കെ ആയിട്ടിരുന്ന എൻ്റെ ഹെയറാണ് ഞാൻ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരേ ഒരു സാധനമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് വേണ്ടി ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന ഹെയറൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് പറ്റും. എന്നാൽ ഇത് എല്ലാവരുടെ വീട്ടിലുള്ള ഈ ഒരു ഉലുവയാണ്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവയാണ്. പിന്നെ അതുപോലെ തന്നെ തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത്. ഒന്നും ഓർക്കാത്ത തേങ്ങയ്ക്കൊക്കെ വിലയാണ് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ ഒരു ദിവസം ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമുക്ക് ആദ്യം തന്നെ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉലുവ നല്ല ഫൈനായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം കുറച്ച് കൂടുതൽ വെള്ളം നമുക്കല്ലാതെ ആഡ് ചെയ്യേണ്ടി വരും. കാരണം ഇത് അരഞ്ഞ് വരും തോറും നല്ല തിക്കായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വലിയ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. ശേഷം ആവശ്യമുള്ളവർ ഇതിലൊന്ന് നന്നായിട്ട് ആ ഒരു കൊത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് അരിച്ചെടുക്കുക കേട്ടോ. നമ്മുടെ അരിപ്പയിലൊന്നും അത് അരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇച്ചിരി പാടാണ് കേട്ടോ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു നെറ്റ് വെച്ചിട്ട് അരയ്ക്കാൻ പറ്റുമെന്നൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അരിക്കാൻ. പക്ഷേ പറ്റിയില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു കൊത്തൊക്കെ അതിൻ്റെ ഒരു ദ്വാരമൊക്കെ വലുതായതുകൊണ്ട് തന്നെ അതുവഴി പോകുന്നുണ്ടായിരുന്നു. സോ ഞാൻ മാറ്റി. എനിക്ക് തോന്നുന്നു കോട്ടനെയൊക്കെക്കാളും ഈ ജോർജറ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് അരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ജെല്ല് നമ്മൾ ആദ്യ സമയത്തൊക്കെ ഇതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വരില്ല. നമ്മൾ വിചാരിക്കും അയ്യോ അതുപോലെ ഇച്ചിരി സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കും അയ്യോ ഇത് പറ്റില്ലായിരിക്കും. പക്ഷെ അങ്ങനെയല്ലടാ. കുറച്ച് സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇത് മാത്രമാണ് ഇത്തിരി ഒരു പാടായിട്ടുള്ള ഒരു പോർഷൻ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇതിൻ്റെ ഒരു ജെല്ലിനെ നമ്മളിങ്ങനെ വേർതിരിച്ചെടുത്താൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടും. അതായത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തലയിൽ അപ്ലൈ ചെയ്താൽ ക്രീം പോലെ അല്ലെങ്കിൽ ജെല്ല് പോലെ ഇരിക്കും. ഇത് പിന്നീട് നമുക്ക് മുടി കഴുകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പൊടിയും കാര്യങ്ങളൊന്നും നമ്മളെ ഹെയറിൽ ഇരിക്കില്ല. അപ്പോൾ അതൊന്നും വിഷയമില്ല എന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അരിക്കണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുറേശ്ശെ ഈ ഒരു തേങ്ങാപ്പാലുണ്ടല്ലോ ഇതിങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റ് ആവും, സിൽക്കി ആവും. ഇനി അങ്ങനെയല്ല ഇത് മാത്രമായി മതിയെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ എനിക്കെങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. അത്രയും ബെനിഫിറ്റാണ് ഉണ്ടായത്. അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഉലുവ വെച്ചിട്ട്. ഞാൻ ഇപ്പോൾ തന്നെ ഉലുവ കൊണ്ട് സ്പ്രേ ബോട്ടിൽ നമ്മൾ വെള്ളം പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇത് നമുക്ക് ഒരു 20 തൊട്ട് 30 ദിവസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും അടിപൊളി സാധനമാണ്. എനിക്ക് തോന്നുന്നു ഹോം റെമഡീസിൽ ഉലുവയാണ് കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസിൽ ഉലുവയാണ് ഏറ്റവും നല്ലൊരു സംഭവം. നമ്മുടെ മുടിക്ക് അത്യാവശ്യമായിട്ട് എല്ലാ ആഹാരങ്ങളും ഈ ഒരു ഉലുവയിലുണ്ട് കേട്ടോ. ഉലുവ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, ഒത്തിരി രീതിയിൽ നമുക്ക് ഉലുവ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെല്ലാം അടിപൊളിയാണ്. ഞാൻ ഇതുപോലെ ഒരു സ്റ്റോറേജ് ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ടിപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യൂ.